ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ്. ഇതൊരു ഓഡിയോ ക്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിലൊന്നാണ് ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവം. മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് രക്തരഹിത വിപ്ലവം, ബ്ലഡ്ലെസ് റവല്യൂഷൻ. ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം. ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി ഏഴാമനാണ്. ട്യൂഡർ രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടം 1485 മുതൽ 1603 വരെ. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച ട്യൂഡർ രാജാക്കന്മാർ പാർലമെന്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. ട്യൂഡർ രാജവംശത്തിനു ശേഷം ഭരണം നടത്തിയ രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടം 1603 മുതൽ 1714 വരെ. 1714 മുതൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ഹാനോവറിയൻ രാജവംശമാണ്. ട്യൂഡർ രാജാക്കന്മാരുടെയും തുടർന്നു വന്ന സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയും അടിത്തറ പുതിയതായി ഉയർന്നു വന്ന വ്യാപാരികളായിരുന്നു. സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളുമായിരുന്നു. അക്കാലത്തെ സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ പ്രധാനികളാണ് ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് ഇവർ ശഠിച്ചിരുന്നു. കൂടാതെ ഇവർ ഇംഗ്ലീഷ് പാർലമെന്റിനെ വകവയ്ക്കാതെ പാർലമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനും ശ്രമിച്ചു. എന്നാൽ ഇതേ സമയം വ്യാപാര രംഗത്തെ ഇംഗ്ലണ്ട് കൈവരിച്ച മുന്നേറ്റങ്ങളുടെ ഫലമായി അവിടെ ഒരു മധ്യവർഗം ഉയർന്നു വന്നിരുന്നു. ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന കമ്പനികൾ വിദൂര ദേശങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചു. ഉൽപാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും നിയന്ത്രിച്ചിരുന്ന ഈ വ്യാപാരികൾക്ക് അനുകൂലമായാണ് ഇംഗ്ലീഷ് പാർലമെന്റ് നിയമങ്ങൾ പാസാക്കിയത്. സമ്പന്നരായ ഭൂവുടമകളും വ്യാപാരികളും വിദ്യാസമ്പന്നരായ അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളാണ് പാർലമെന്റ് സംരക്ഷിച്ചിരുന്നത്. പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ രാജാവും പാർലമെന്റും തമ്മിൽ ദീർഘനാൾ നിലനിന്നിരുന്ന ഭരണഘടനാപരമായ തർക്കങ്ങൾക്ക് കാരണമായി. ഈ തർക്കത്തിന്റെ അടിസ്ഥാന പ്രശ്നം ഫ്യൂഡൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജാവാണോ മധ്യവർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെന്റാണോ ഇംഗ്ലണ്ടിലെ പരമാധികാരി എന്നതായിരുന്നു. രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും ഇരുപക്ഷത്തായി നിലയുറപ്പിച്ചു. എന്താണ് ആംഗ്ലിക്കൻ സഭ എന്ന് നോക്കാം. മതനവീകരണത്തിൻ്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായ ഒരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ചത് ഹെൻറി എട്ടാമനാണ്. കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമൻ്റെ കാലത്ത് രൂപം കൊണ്ട സഭയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ. ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനയ്ക്കായി എല്ലാ ദേവാലയങ്ങളിലും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് ഈ സഭ നിർദ്ദേശിക്കുകയും ചെയ്തു. എലിസബത്ത് രാജ്ഞി വാഴ്ചയേറ്റപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ സ്ഥാപിച്ച സഭയാണ് ആംഗ്ലിക്കൻ സഭ. ഇത് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതമായി. ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിൽ കിരീടാവകാശം ലഭിക്കുകയില്ല. പ്രൊട്ടസ്റ്റന്റ് പരിഷ്കർത്താവായ ജോൺ കാൽവിൻ്റെ ഇംഗ്ലണ്ടിലെ അനുയായികളാണ് പ്യൂരിറ്റന്മാർ. പ്യൂരിറ്റൻ സഭ നിഷ്കർഷിച്ചിരുന്നത് പുരോഹിതന്മാരെയും മതാധ്യക്ഷനെയും വിശ്വാസികൾ തിരഞ്ഞെടുക്കണം. എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ശക്തിയാർജിച്ച പ്യൂരിറ്റന്മാർ 1640-നും 1650-നും ഇടയിലുള്ള കാലം ബ്രിട്ടീഷ് പാർലമെന്റിനു മേൽ ശക്തമായ സ്വാധീനം ചെലുത്തി. രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും ഇരുപക്ഷത്തായി നിലയുറപ്പിച്ചു. സ്റ്റുവർട്ട് രാജാക്കന്മാർ പൊതുവെ കത്തോലിക്ക വിശ്വാസികളായിരുന്നെങ്കിലും ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്നു നിന്നു. പ്യൂരിറ്റൻ സഭ പാർലമെന്റിൻ്റെയും ഇംഗ്ലണ്ടിലെ മധ്യവർഗത്തിൻ്റെയും നിലപാടുകളോട് താൽപ്പര്യം കാണിച്ചു. പാർലമെന്റിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി രാജാക്കന്മാർ പലതരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തുകയും ഇത് രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കങ്ങളെ മൂർച്ഛിപ്പിക്കുകയും ചെയ്തു. നീണ്ട പാർലമെന്റ്, ലോങ് പാർലമെന്റ് എന്താണെന്ന് നോക്കാം. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച വർഷം 1628. എന്നാൽ അദ്ദേഹം ഇത് ലംഘിക്കുകയും പാർലമെന്റ് പിരിച്ചുവിട്ട് 11 വർഷം സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയും ചെയ്തു. എന്നാൽ സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധം മൂലം ചാൾസ് ഒന്നാമന് പണത്തിൻ്റെ ആവശ്യം നേരിടുകയും
പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിനായി അദ്ദേഹം 1640 പാർലമെന്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. രാജാവിൻ്റെ ആധിപത്യത്തിനെതിരായി അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെന്റ് 1660 വരെ തുടർന്നു. ഇതാണ് നീണ്ട പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. ട്രിനൽ ആക്ട് 1641 ബന്ധപ്പെട്ട പാർലമെന്റാണ് നീണ്ട പാർലമെന്റ്. റം പാർലമെന്റ് എന്താണെന്ന് നോക്കാം. കാലക്രമത്തിൽ പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അത് ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ സമരത്തിൽ രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് വിഭാഗം വിജയം നേടി. ഇതേ തുടർന്ന് അധികാരത്തിൽ വന്നത് ഒലിവർ ക്രോംവെൽ ആണ്. തന്നെ എതിർത്ത മെമ്പർമാരെ ഒലിവർ ക്രോംവെൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ അനുയായികൾ മാത്രമാണ് പിന്നീട് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. ഈ പാർലമെന്റ് അറിയപ്പെട്ടത് റം പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നാണ്. ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതും റം പാർലമെന്റ് ആയിരുന്നു. കോമൺവെൽത്ത് കാലഘട്ടം. ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അറിയപ്പെട്ടത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. 1649 മുതൽ 1658 വരെ സൈനിക സ്വേച്ഛാധിപത്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഇത്. പാർലമെന്റിനു മേൽ ആധിപത്യം സ്ഥാപിച്ചതുകൊണ്ടാണ് ക്രോംവെൽ ഭരണം നടത്തിയത്. എന്നാൽ സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാത്ത ജനങ്ങൾ കിരീടം ധരിച്ച് രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ ക്രോംവെല്ലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം ഇത് നിരാകരിച്ചു. ഒലിവർ ക്രോംവെൽ അറിയപ്പെട്ട മറ്റൊരു പേര് ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ്. ഒലിവർ ക്രോംവെല്ലിന് ശേഷം അധികാരമേറ്റത് ചാൾസ് രണ്ടാമൻ. മഹത്തായ വിപ്ലവത്തിലേക്ക്. ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി. ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനാണ്. ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛാപരമായ നടപടികൾ രാജാവും പാർലമെന്റുമായി വീണ്ടും തർക്കങ്ങൾക്കിടയാക്കി. ഇതേ തുടർന്ന് ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് അഭയം തേടിയ വർഷം 1688. തുടർന്ന് ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരി സെക്കൻഡിനെയും ഭർത്താവ് ഓറഞ്ചിലെ വില്യം തേർഡിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചു. ഈ അധികാര കൈമാറ്റം അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്നാണ്. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംപ്ടൺ ആണ്. ഇതോടെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡൽ വ്യവസ്ഥ ദുർബലമാവുകയും രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. രാജഭരണത്തിനുമേൽ പാർലമെന്റിന്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് പുതിയതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെയായിരുന്നു. ഇതിൽ സുപ്രധാനമായത് 1689 അവകാശ നിയമമാണ്, ബിൽ ഓഫ് റൈറ്റ്സ്. തുടർന്ന് ഇംഗ്ലണ്ടിൽ മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു. എന്നാൽ ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശി ആകാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ നടപടികൾ കൊണ്ട് ഇംഗ്ലണ്ടിൽ ജനാധിപത്യ ഭരണക്രമം നടപ്പിലായില്ലെങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെന്റിന് പരമാധികാരവും ലഭിച്ചു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത്. ഗ്രീൻ റിബൺ ക്ലബ്ബ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ചാൻസറി ലെയ്നിലെ കിങ്സ് ഹെഡ് ഭക്ഷണശാലയിൽ ഒത്തുകൂടിയിരുന്ന ഒരു ലണ്ടൻ രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. ക്ലബ്ബിലെ അംഗങ്ങൾ ധരിച്ചിരുന്ന തൊപ്പികളിലെ പച്ച നിറമുള്ള റിബണുകളിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. ഗ്രീൻ റിബൺ ക്ലബ്ബ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കിങ്സ് ഹെഡ് ക്ലബ്ബ് എന്നാണ്. 1679 ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പുനർനാമകരണം ചെയ്തത്. താങ്ക് യു. ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് ലക്ഷ്യയുടെ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയലിനെ അടിസ്ഥാനമാക്കിയാണ്. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിലിട്ടുണ്ട്. അതുകൂടാതെ PSC ബുള്ളറ്റിൻ, തൊഴിൽ വീതി, തൊഴിൽ വാർത്ത എന്നിവയിൽ നിന്നുള്ള ഫാക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.